ഹലോ വെൽക്കം ബാക്ക് ടു മിസ്സസ് മലബാർ. അപ്പോൾ ഇന്ന് ഞാൻ 3 റെസിപ്പീസാണ് കാണിക്കുന്നത്. ഈസി റെസിപ്പീസാണ്. ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പീസാണ്. അപ്പോൾ ഒന്നാമത്തേത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. വെറും 2 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ഒരു ചോക്ലേറ്റ് കേക്ക്. പിന്നെ കാണിക്കുന്നത് ഒരു ബ്രെഡ് ടോസ്റ്റാണ്. ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രെഡ് ടോസ്റ്റാണ്. അടുത്തത് ഡൽഗോണ കോഫിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ആ ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം ഞാൻ 2 ഇൻഗ്രീഡിയൻസ് വെച്ച് ഉണ്ടാക്കുന്ന ചോക്ലേറ്റ് കേക്കിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോണത്. ഞാനിപ്പോൾ ഒരു 150 ഗ്രാം കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുത്തിട്ടുണ്ട്. അതിങ്ങനെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടാണ്. ഇനി ഇത് നമുക്ക് ചൂടുവെള്ളത്തിൻ്റെ മേലെ വെച്ചിട്ട് അതൊന്ന് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റാക്കി എടുക്കണം. ഈ കോമ്പൗണ്ട് ചോക്ലേറ്റും പിന്നെ നമുക്ക് സാധാരണ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന ഡയറി മിൽക്ക്, അമൂലിൻ്റെ ചോക്ലേറ്റ്, ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം കോമ്പൗണ്ട് ചോക്ലേറ്റാണ് നമ്മൾ മെയിനായിട്ട് കുക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്. അതിങ്ങനെ ഒരു പാക്കിങ്ങിലായിട്ടാണ് വരിക. പിന്നെ ഇതിൽ ഡാർക്ക് കോമ്പൗണ്ട്, വൈറ്റ് കോമ്പൗണ്ട്, മിൽക്ക് കോമ്പൗണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ വെറൈറ്റീസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ ക്യാംകോൻ്റെതാണ് യൂസ് ചെയ്യുന്നത്. ഇങ്ങനെ വേറെയും കുറേ ബ്രാൻഡ്സ് ഉണ്ട്. അങ്ങനെ ചോക്ലേറ്റ് അവിടെ മെൽറ്റ് ആവുന്ന സമയം കൊണ്ട് നമുക്ക് മുട്ട ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. മുട്ടൻ്റെ വെള്ളം മാത്രമാണ് ബീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ക്ലീൻ ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 മുട്ടൻ്റെ വെള്ള പൊട്ടിച്ച് വയ്ക്കുക. എന്നിട്ട് നല്ലോണം നമ്മുടെ ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. മുട്ടൻ്റെ വെള്ളം നല്ലോണം പതഞ്ഞ് പൊന്തി വരും. അപ്പോൾ നമ്മൾ പാത്രം ഇങ്ങനെ കമിഴ്ത്തി വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അത് താഴേക്ക് വീകൂല. അപ്പോഴാണ് കറക്റ്റായിട്ട് ബീറ്റായിട്ടുണ്ടെന്ന് മനസ്സിലാവുക. ഇനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നമ്മുടെ മെൽറ്റായിട്ടുള്ള ചോക്ലേറ്റ് എടുക്കുക. ഈ ചോക്ലേറ്റിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മുട്ടൻ്റെ മഞ്ഞ ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള എഗ് വൈറ്റ് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് നല്ലോണം ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ബാറ്റർ റെഡിയായി. ഇനി ഇത് ബേക്ക് ചെയ്യാൻ വെക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ബേക്കിംഗ് ടിൻ എടുത്തിട്ടുണ്ട്. 6 ഇഞ്ചിൻ്റെ ടിന്നാണ്. അതിൻ്റെ താഴെ ബേക്കിംഗ് പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് ഓയിൽ തടവിയിട്ട് നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എയർ ബബിൾസ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് നമ്മളിത് കുക്ക് ചെയ്യാൻ പോകുന്ന സോസ് പാന് സ്റ്റവിൽ വെച്ചിട്ട് കത്തിക്കുക. നേരിട്ട് വേണമെങ്കിൽ സോസ് പാനിലേക്ക് ഒഴിക്കുക. ഞാൻ കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു കേക്ക് ടിന്നിലാക്കിയെന്നേ ഉള്ളൂ. ഇനി ഈ സോസ് പാനിൻ്റെ ഉള്ളിലേക്ക് ഒരു പാത്രം കമഴ്ത്തി വെച്ചിട്ട് അതിൻ്റെ മേലെയായിട്ടാണ് നമ്മൾ ബാറ്റർ ഒഴിച്ചിട്ടുള്ള കേക്ക് ടിൻ വെക്കേണ്ടത്. ഇനി ഈ പാത്രം അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റോളം കുക്ക് ചെയ്യുക. ഓരോരുത്തരുടെ സ്റ്റവിനനുസരിച്ചിട്ടും പാത്രത്തിനനുസരിച്ചിട്ടൊക്കെ കുക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ചെയ്യുക. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. 10 മിനിറ്റാണ് കറക്റ്റ് വേവാനായിട്ട് എടുത്തത്. പക്ഷെ എനിക്കൊരു അബദ്ധം പറ്റി. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വെറുതെ ഒന്ന് പോയിട്ട് തുറന്നു നോക്കി. അതിലാ പൊങ്ങി വന്നത് മൊത്തം താഴ്ന്നങ്ങ് പോയി. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തുറന്നു നോക്കരുത്. ആ പറഞ്ഞ സമയം കഴിഞ്ഞതിന് ശേഷം മാത്രം തുറക്കുക. അല്ലെങ്കിൽ ഇതേ അവസ്ഥയാവും, താഴ്ന്നു പോവും. അപ്പോൾ കേക്ക് തീരെ ഹൈറ്റ് തോന്നിക്കില്ല. ഈ കേക്ക് നമുക്ക് വേണമെങ്കിൽ തണുപ്പിച്ചിട്ടും കഴിക്കാം, അല്ലെങ്കിൽ ചൂടോടെയും കഴിക്കാൻ പറ്റും. രണ്ടും നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ മേലെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ആക്കി കൊടുക്കുകയാണ്, കാണാനൊരു ഭംഗിക്കും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്യുക. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മുട്ടൻ്റെ ടേസ്റ്റൊന്നുമില്ല, അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കുക, ഞാൻ ചെയ്ത പോലെ ഇടയ്ക്ക് പോയിട്ട് തുറന്നു നോക്കരുത്. അപ്പം കേക്ക് പറ്റ താന്നു പോവും. അതുകൊണ്ട് ആ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയൊക്കെ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോണത് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഡൽഗോണ കോഫിൻ്റെ റെസിപ്പിയാണ്. ഞാൻ ഇത് സ്റ്റോറിയിലിട്ടിരുന്നു, യൂട്യൂബ് സ്റ്റോറിയിലിട്ടിരുന്നു. അപ്പോൾ
കുറേ പേര് ചോദിച്ചു ഏത് കാപ്പിപ്പൊടിയാണ് യൂസ് ചെയ്യണമെന്നൊക്കെ. സത്യം പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ കുറച്ച് മുന്നേ എടുത്തതേനു. പിന്നെ ഇങ്ങനെ എല്ലാവരും പോസ്റ്റ് ചെയ്തപ്പോൾ ഇനി ഞാനും കൂടെ ചെയ്യണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് വേണ്ടാന്ന് വെച്ചതേന്. അപ്പോൾ ഇങ്ങനെ ഡൗട്ട് വന്നപ്പം ഞാൻ അതും കൂടെ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തതാണ്. ഇതൊന്നുമില്ല, നമ്മൾ എല്ലാം ഒരേ റേഷ്യോയിൽ എടുക്കുക. അതായത് ഇപ്പോൾ കാപ്പിപ്പൊടി 2 ടേബിൾ സ്പൂൺ എടുക്കുക, പഞ്ചസാര 2 ടേബിൾ സ്പൂണ്, വെള്ളം 2 ടേബിൾ സ്പൂണ്, അങ്ങനെയാണ് ഇതിൻ്റെ റേഷ്യോ വരുന്നത്. പിന്നെ ഇതിൽ ഒരു കാര്യം മാത്രമേ ശ്രദ്ധിക്കാനുള്ളൂ, നമ്മൾ യൂസ് ചെയ്യുന്ന കാപ്പിപ്പൊടി ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആയിരിക്കണം. അത് ബ്രൂവിൻ്റെതുണ്ട്, നെസ്കഫേൻ്റെതുണ്ട്. ഞാൻ നെസ്കഫേൻ്റെ വെച്ചിട്ടാണ് ഇപ്പോൾ ആക്കിയിട്ടുള്ളത്. നല്ല ക്രീമി ആയിട്ട് വരും നെസ്കഫേ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ. ബ്രൂ അതുപോലെ തന്നെയാണ്. ഇതിൽ ഞാൻ യൂസ് ചെയ്തിട്ടുള്ളത് സാദാ വെള്ളമാണ്. ചിലരൊക്കെ ചൂടുവെള്ളം ഒഴിക്കുന്നത് കണ്ടിട്ടുണ്ട്, പക്ഷേ സാദാ വെള്ളം യൂസ് ചെയ്താലും ഇങ്ങനെ ക്രീമി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം കാപ്പിപ്പൊടി, പഞ്ചസാര, വെള്ളം ഇതെല്ലാം കൂടെ ഒരു ബൗളിൽ എടുത്തിട്ട് അത് ഒരു ഇലക്ട്രിക് ബീറ്റർ വെച്ചിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇലക്ട്രിക് ബീറ്റർ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ആയി കിട്ടും. വിസ്ക് വെച്ചിട്ടും ഫോർക്ക് വെച്ചിട്ടും ഒക്കെ ചെയ്യാം, പക്ഷെ അത് കുറച്ച് സമയം എടുക്കുന്നേ ഉള്ളൂ. ഇങ്ങനെ ക്രീമി ആയി കഴിഞ്ഞാൽ ഒരു ഗ്ലാസ്സിൽ ഐസ് ക്യൂബ്സ് ഇട്ടിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഈ റെഡിയാക്കിയിട്ടുള്ള ക്രീമി മിക്സ് വെച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പിന്നെ നമ്മൾ കുടിക്കാൻ നേരത്താണ് ഇത് ഇളക്കുക. ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു കയ്പ്പുണ്ട്. അതായത് നമ്മൾ കുറേ കാപ്പിപ്പൊടി ഇടുന്നുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ഒരു കയ്പ്പ് ടേസ്റ്റാണ് വരുന്നത്. നിങ്ങൾക്ക് മധുരം വേണമെങ്കിൽ പാലിൽ എക്സ്ട്രാ മധുരം ചേർത്തിട്ട് ചെയ്യുക, അല്ലെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഒഴിക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ മാറ്റം വരുത്താം. ഇപ്പോൾ ടിക്ടോക്കിലും യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ട്രെൻഡിങ് ആണ് ഈ ഡൽഗോണ കോഫി. അപ്പോൾ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക. കുറേ പേര് ചെയ്തിട്ടുണ്ടാവും, ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. ഇനി അടുത്തതായിട്ട് ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. 2 ബ്രെഡ് ടോസ്റ്റ് കാണിക്കുന്നുണ്ട്, ചീസും അതുപോലെ ന്യൂട്ടെല്ലയും. അപ്പോൾ ഇപ്പോൾ ഇത് ന്യൂട്ടെല്ലയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ സ്പൂൺ വെച്ചിട്ടാക്കുന്നത്. ഒരു ബ്രെഡ് എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ പോർഷനിൽ ഇങ്ങനെ സ്പൂൺ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്, ന്യൂട്ടെല്ല നല്ലപോലെ ഇരിക്കാൻ വേണ്ടിയിട്ട്. ഇനി ആ പ്രസ് ചെയ്തിട്ടുള്ള ഭാഗത്ത് കുറച്ച് ന്യൂട്ടെല്ല ആക്കി കൊടുക്കുക, കുറച്ച് അധികം ആക്കുക. ഇപ്പോൾ സാൻഡ്വിച്ച് ബ്രെഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചധികം ന്യൂട്ടെല്ല ആക്കാൻ പറ്റും. എത്രത്തോളം ന്യൂട്ടെല്ല ആവുന്നോ അത്രയും ടേസ്റ്റാണ്. ഇനി ഇതിൻ്റെ മേലെ വേറൊരു സ്ലൈസ് ബ്രെഡ് വെച്ചിട്ട് അതിൻ്റെ സൈഡ്സൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ചീസിൻ്റെതാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ സാധാരണ ബ്രെഡും ചീസും കഴിക്കുമല്ലോ, അതുപോലെ ഒരു ബ്രെഡ് സ്ലൈസ് എടുക്കുക. എന്നിട്ട് ഒരു ക്യൂബ് ചീസ് ഇതിൻ്റെ മേലെ വെച്ചിട്ട് നന്നായിട്ട് സ്പ്രെഡ് ചെയ്യുക. കുറച്ച് കട്ടിയിൽ ചെയ്യുക. ഇപ്പോൾ 2 ക്യൂബൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുത്തിട്ട് ചെയ്യുക. ഇനി വേറൊരു പീസ് ബ്രെഡ് വെച്ച് അതൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 4 പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. ഇനി ഇത് കവർ ചെയ്തെടുക്കാനുള്ള മുട്ടൻ്റെ മിക്സ് റെഡിയാക്കുക. ഒരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നിങ്ങൾക്കിപ്പോൾ മധുരം വേണമെങ്കിൽ മധുരം ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ സിനമൺ പൗഡർ, ഏലക്കായൻ്റെ പൊടി അതൊക്കെ വേണമെങ്കിലും ചേർക്കുക. ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യിട്ട് കൊടുക്കുകയാണ്. നെയ്യ് അല്ലെങ്കിൽ ബട്ടർ യൂസ് ചെയ്യുക, അതാണ് കുറച്ചും കൂടെ ടേസ്റ്റ്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബ്രെഡിൻ്റെ പീസസ് എടുത്തിട്ട് ഈ മുട്ടയിൽ മുക്കി ഗോൾഡൻ കളർ ആവുന്ന വരെ, 2 സൈഡും ഗോൾഡൻ കളർ ആവുന്ന വരെ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അങ്ങനെ ഞാനിപ്പോൾ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ന്യൂട്ടെല്ല ആക്കിയതുണ്ടല്ലോ, അത് 2 പീസായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ന്യൂട്ടെല്ല ഇങ്ങനെ വരുന്നത് കാണാം. ശരിക്കും നമ്മളിപ്പോൾ കുറേ ന്യൂട്ടെല്ല ആക്കിയിട്ടുണ്ടെങ്കിൽ അതിങ്ങനെ മെൽറ്റായിട്ട് വരും, അത് കാണാൻ തന്നെ നല്ല ഭംഗിയാണ്. പിന്നെ എല്ലാവരും ഈ റെസിപ്പീസൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഇഷ്ടമാവും. പിന്നെ നിങ്ങൾ റെസിപ്പീസ് ട്രൈ ചെയ്തിട്ട് ഫോട്ടോസ് എനിക്ക് അയച്ചു തരിക. ഇമെയിൽ ID ഞാൻ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷനിലും വീഡിയോയിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക. പിന്നെ ഇനിയും ഇതുപോലത്തെ വീഡിയോസിനായിട്ട് മിസ്സസ് മലബാറിലേക്ക് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.